ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ ഈ വൈകുന്നേര സമയത്ത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSSന്റെ സാരഥിയായിട്ടുള്ള ജി സുകുമാരൻ നായരുമാണ്. ഈ രണ്ടുപേരും സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെ പ്രകീർത്തിക്കുകയും ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ UDFന്റെ നിലപാടിനെ വിമർശിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ടോ? സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുടെ സൂചന അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന് അനുകൂലമായ രീതിയിൽ NSSൽ നിന്നും SNDP യോഗത്തിൽ നിന്നും അനുകൂലമായ പ്രവണതകളും നിലപാടുകളും ഉണ്ടാകുമോ? അത് വോട്ടെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിൽ അത് എത്തിച്ചേരുമോ എന്നുള്ള വിപുലമായ ചർച്ചകളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വരികയാണ്. ഒരർത്ഥത്തിൽ ഇവിടെ പ്രതിരോധത്തിലാവുന്നത് BJPയും ഒപ്പം തന്നെ UDFും ആണോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നു. പ്രത്യേകിച്ചും NSSനെ സംബന്ധിച്ചിട്ട് സമദൂരത്തേക്കാൾ ശരിദൂരമാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള നിലയിലേക്ക് അവരുടെ വാക്കുകൾ മാറിയിരിക്കുന്നു. ജി സുകുമാരൻ നായർ തന്നെ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഉചിതമായ തീരുമാനമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ രണ്ട് പ്രബല സാമുദായിക ശക്തികളുടെ നേതൃത്വങ്ങൾ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയും ആ പിന്തുണയിലൂടെ വലിയ മുന്നേറ്റങ്ങളിലേക്ക് സർക്കാരിന് പോകാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ? മൂന്നാമതും LDF സർക്കാർ എന്നുള്ള നിലയിലേക്കുള്ള മുന്നോട്ടു പോക്കിനുള്ള വലിയ ഫ്ലാഗ് ഓഫുകൾ എന്നുള്ള നിലയ്ക്ക് ഇതിനെ പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച. മറ്റു വാർത്തകളിലേക്ക്. ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹന കടത്ത് കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി ഇടുക്കി അടിമാലിയിലും പരിശോധനകൾ നടന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ, അതായത് സാമൂഹ്യ മാധ്യമത്തിലൂടെ ജനതയെ സ്വാധീനിക്കാൻ